ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജി എമ്മിൻ്റെ, അതായത് നമ്മുടെ വീട്ടിലേക്ക് വയറിങ്ങിൻ്റെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ജി എം, ഗോൾഡ് മെഡൽ, അതുപോലെ പല പല കമ്പനികൾ, ലെഗ്രാൻഡ്, അതുപോലെ തന്നെ ഹൈഫൈ, നമ്മുടെ എല്ലീസ്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. എം കെയുടെ സ്വിച്ചുകൾ, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ജി എമ്മിൻ്റെ തന്നെ 45 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മോഡുലാർ ടൈപ്പ് തന്നെയാണ്. മോഡുലാർ ടൈപ്പ് ഇപ്പോഴത്തെ മോഡൽ വരുന്ന ടൈപ്പുകളാണ് വരുന്നത്. അതിൽ മോഡുലാർ ടൈപ്പ് എന്ന് ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്, സ്ക്രൂ ടൈപ്പ് അല്ല വരുന്നത്. പണ്ടത്തെ രീതിയിലാണ് നമ്മൾ സ്വിച്ചുകളൊക്കെ സ്ക്രൂ ടൈപ്പ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. അങ്ങനത്തെ വരുന്ന മോഡൽസാണ് നമ്മളത് പരിചയപ്പെടുന്നത്. ഇത് നമ്മൾ ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള ചെയ്തിരിക്കുന്ന ഒരു ബോർഡാണ്. ഇൻവെർട്ടറിൻ്റെ ഔട്ട്, ഇന്നും ഔട്ടും സെപ്പറേറ്റ് ചെയ്ത് രണ്ട് 2 വേ 20 ആംസിൻ്റെ 2 വേ വെച്ചിട്ട് രണ്ട് പവർ പ്ലഗും വെച്ചിട്ട് ചെയ്യുന്ന ബോർഡാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കണക്ഷൻസ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബോർഡ് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ട് കണക്ഷൻസ് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കണക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമ്മളിത് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 45 എന്ന മോഡലിൻ്റെ തന്നെ പവർ പ്ലഗുകളാണ് കൊടുത്തിരിക്കുന്നത്. 16 ആംസിൻ്റെ പ്ലഗാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു 16 ആംസിൻ്റെ പവർ പ്ലഗും നോർമൽ പ്ലഗും ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരേ സൈസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമില്ല, നമ്മൾ നോർമൽ പ്ലഗിൻ്റെ സ്ഥലത്ത് തന്നെ നമുക്ക് അതേ 2 മോഡുകളാണ് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വരുന്നത്. 2 മോഡുകളാണ് നമുക്ക് നോർമൽ പ്ലഗ് ആണെങ്കിലും 10 ആംസിൻ്റെ പ്ലഗ് ആണെങ്കിലും 13 ആംസിൻ്റെ പ്ലഗ് ആണെങ്കിലും 16 ആംസിൻ്റെ പ്ലഗ് ആണെങ്കിലും ഒരേ ഗ്യാപ്പ് തന്നെ മതിയാവും. അതായത് 2 മോഡുകളാണ് ഒരു പ്ലഗ് സോക്കറ്റിന് ആവശ്യമായിട്ട് വരുന്നത്. ഒരു സ്വിച്ചിന് 1 മോഡ്യൂൾ, അതായത് ഒരു 1 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചാൽ ഒരു സ്വിച്ചിൻ്റെ ഗ്യാപ്പ് 1 മോഡ്യൂളിൻ്റെ ഗ്യാപ്പാണ് വരുന്നത്. ഇതിപ്പോൾ 2 സ്വിച്ച് കൊടുത്തതിന് 2 ഗ്യാപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലഗ് സോക്കറ്റിന് 2 മോഡ്യൂളിൻ്റെ ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 മോഡ്യൂൾ, അപ്പോൾ ടോട്ടൽ വരുന്ന സമയത്ത് 2 പ്ലഗ് സോക്കറ്റിന് 4 മോഡ്യൂൾ, പിന്നെ 2 സ്വിച്ചും കൂട്ടി 2 മോഡ്യൂളാണ്. ടോട്ടൽ 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. അപ്പോൾ മോഡ്യൂൾ എങ്ങനെയാണെന്ന് കറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്ലഗുകൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ വലുപ്പം കൂടിയ പ്ലഗുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ബോക്സ് കാര്യങ്ങൾ കൊടുക്കണമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മളിപ്പോൾ ആവശ്യമില്ലാത്തതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ കണ്ടോ, ഞാൻ ജസ്റ്റ് വേറൊരു ബോർഡ് കൂടി കാണിച്ചു തരാം. അതൊരു ഇൻ്റർനാഷണൽ സോക്കറ്റ് വെച്ചിട്ടും സാധാ ഒരു പവർ പ്ലഗ് വെച്ചിട്ടും. ഇൻ്റർനാഷണൽ സോക്കറ്റ് 13 ആംപിയറാണ്, പവർ പ്ലഗ് വരുന്നത് 16 ആംസാണ് വരുന്നത്. അപ്പോൾ 13ഉം 16 ആംസും സെയിം വലുപ്പമാണ്. അതുപോലെ തന്നെയാണ് 10 ആംസിൻ്റെ പ്ലഗ് സോക്കറ്റും വരുന്നത്. അതിൽ 20 ആംസിൻ്റെ സ്വിച്ചും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഒന്ന് നോക്കാം. ഇനി ഇതിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ഉണ്ട്, ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് വരുന്നൊരു ബോക്സ് എൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വരുന്ന ഒരു കവറാണ് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ്, അവസാനത്തെ സ്റ്റേജിൽ വരുന്ന ഫിനിഷിംഗ് അവസ്ഥ ഇതായിരിക്കും. ഇനി ലോക്ക് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ലോക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ അകത്തേക്ക് പ്രസ് ചെയ്തിരിക്കും. ഇനി ലോക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് വിടിയിക്കണമെങ്കിൽ ഒരു ടെസ്റ്ററോ, അതുപോലെ ടെസ്റ്ററാണ് ഏറ്റവും നല്ലത്. സൈഡിൽ ഒരു ലോക്ക് ഉണ്ട്, ലോക്കിംഗ് സിസ്റ്റത്തിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ സൈഡിലാണ് അതിൻ്റെ ലോക്കിംഗ് രീതി വരുന്നത്. അതായത് സ്വിച്ചിൻ്റെ 2 പ്ലേറ്റുകൾ തമ്മിൽ വരുന്നത് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് സൈഡിലൂടെ 2 സൈഡിലൂടെ നോക്കി കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് തിക്കിയാൽ മാത്രം മതി. ഉണ്ടോ, ഈ ഏരിയയിൽ കാണാൻ സാധിക്കും. ഉണ്ടോ, ഈ ഏരിയയിൽ ഒരു ലോക്ക് ഉണ്ടോ. ആ ലോക്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് കാണാൻ, അതിൽ ഒരു ടെസ്റ്റർ എടുത്ത് തിക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് മുകളിലേക്ക് പതുക്കെ ഞെക്കി കഴിഞ്ഞാൽ ആ ലോക്ക് വിടിയിക്കും. അപ്പോൾ ഫ്രണ്ടിലെ പ്ലേറ്റ് നമുക്ക് പുറത്തേക്ക് വരും. അപ്പോൾ മെയിൻ്റനൻസ് ആയിട്ടോ ഇനി എന്തെങ്കിലും സ്വിച്ചോ അതുപോലെ ഒരു പ്ലഗോ മാറ്റണമെങ്കിൽ സ്ക്രൂ അഴിച്ചെടുക്കാനും വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഇതും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ടിലെ പ്ലേറ്റ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതെന്നും. അതുപോലെ തന്നെയാണ് അതിൻ്റെ നമ്മുടെ സ്വിച്ചുകളുടെ ലോക്കും അതുപോലെ തന്നെയാണ്. സ്വിച്ചുകൾ ഒരിക്കലും ഫ്രണ്ടിൽ നിന്ന് വലിച്ചു വരാൻ ശ്രമിക്കരുത്. പ്ലേറ്റ് ഊരിയതിന് ശേഷം അതിൻ്റെ ബാക്കിൽ കണ്ടോ, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അതിന് ഓരോ സ്വിച്ചിനും ഓരോ ലോക്കിംഗ് സിസ്റ്റമാണുള്ളത്. അതായത് ലോക്കാണ്, നമ്മൾ സ്ക്രൂ ടൈപ്പ് അല്ല, ലോക്ക് ആയതുകൊണ്ട് ടെസ്റ്റർ തന്നെയാണ് ഏറ്റവും നല്ലത്. ടെസ്റ്റർ ഇട്ടിട്ട് അതിൻ്റെ ഗ്യാപ്പുകളുണ്ട്, ആ ലോക്കിൻ്റെ ഗ്യാപ്പിൽ ജസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് തിക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ ലോക്കും വളരെ സിമ്പിളായിട്ട് പോരും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിച്ചുകളുടെ എല്ലാം ലോക്ക് ബാക്കിൽ കാണുന്ന ലോക്ക് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്വിച്ച് അതിൽ സൂട്ടാവില്ല, പിന്നെ മാറ്റി പുതിയത് വാങ്ങിയിട്ട് വരും. അപ്പോൾ സ്വിച്ചുകൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ ബാക്ക് സൈഡ് കണ്ടോ, ആ ലോക്ക് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ, അതായത് സ്വിച്ചിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെറ്റീരിയൽസിൻ്റെ ലോക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കുകൾ ഒടിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമുക്കത് ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.